സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാകമറ്റം എഴുതിയ നോവൽ സാന്ത്വനം തുടരുന്നു. അവതരണം സിന്ധു അശോക്. വാതിലിൽ പതിയെ തട്ടുന്നത് കേട്ട് അവൾ ചാടി എഴുന്നേറ്റ് വാതിൽ തുറന്നു. രാജീവൻ അകത്ത് കടന്നിയുടൻ അവൾ വാതിലടച്ചു. ആരെങ്കിലും കണ്ടോ? ഇല്ല. വരൂ. സുനന്ദയുടെ പിന്നാലെ അയാൾ ബെഡ്റൂമിലെത്തി. എന്താ വൈകിയത്? ഞാൻ ഭയന്ന് വിറച്ചിരിക്കുകയായിരുന്നു. ജോർജിനെ കണ്ടോ? രാജീവൻ നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. സുനന്ദ ഭയസംഭ്രമങ്ങളോടെ കേട്ടിരുന്നു. അപ്പോൾ സോണിയയ്ക്ക് എന്ത് സംഭവിച്ചതെന്ന് ജോർജിനറിയാം. അറിയാം. അയാൾ രക്ഷപ്പെട്ടത് കഷ്ടമായിപ്പോയി. ഇനി ഇതുപോലൊരവസരം കിട്ടുമോ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, രാജീവൻ കഠിന നൈരാശ്യത്തോടെ പറഞ്ഞു. അയാളിനി തനിച്ച് ഏതായാലും ക്വാർട്ടേഴ്സിൽ വരികയില്ല. ചിലപ്പോൾ ലീവെടുത്ത് നാട്ടിലേക്ക് പോയേക്കും. നാളെ രാത്രിയിൽ ഒന്നുകൂടി ശ്രമിക്കാം. വേണ്ട. രാജീവിനെ കണ്ട വിവരം അയാൾ ആരോടെങ്കിലും പറയും. ഇനിയും രാജീവൻ ചെല്ലുമെന്ന് കരുതി പോലീസിനെയോ മറ്റാളുകളെയോ ക്വാർട്ടേഴ്സിൽ ഒളിപ്പിച്ചിരുത്തിയിട്ട് രാജീവൻ ചെല്ലുമ്പോൾ പിടികൂടിയെങ്കിലോ? ശരിക്കാലോചിച്ച് വേണം നീങ്ങാൻ. അവൻ ഏതായാലും പോലീസിൽ അറിയിക്കില്ല. പോലീസിൽ അറിയിച്ചാൽ സോണിയെ കാണാതായതുമായി തനിക്കുള്ള ബന്ധം പുറത്താവുമെന്ന് അവന് ഭയമുണ്ട്. ഏതായാലും നല്ല കരുതൽ വേണം. നാളെ വൈകുന്നേരം ഞാൻ അവിടെ പോയി സ്ഥിതിഗതികളൊക്കെ അന്വേഷിച്ചു വരാം. എന്നിട്ട് തീരുമാനിക്കാം പോകണോ വേണ്ടയോ എന്ന്. ഇപ്പോൾ കിടന്നുറങ്ങിക്കോളൂ. നേരം വെളുക്കാറായി. രാജീവൻ അസ്വസ്ഥതയോടെ കിടക്കയിൽ ചുരുണ്ടുകൂടി. സുനന്ദ അയാളെ പുതപ്പിച്ചു. അടുത്ത കട്ടിലിൽ അവളും ഉറങ്ങാൻ കിടന്നു. പിറ്റേ ദിവസം വൈകുന്നേരം സുനന്ദ രവീന്ദ്രന്റെ ക്വാർട്ടേഴ്സിൽ ചെന്നു. പലതവണ തട്ടി വിളിച്ചപ്പോഴാണ് വാതിൽ തുറന്നു കിട്ടിയത്. രാജീവൻ, രവീന്ദ്രനും ജോർജും ഉണ്ടായിരുന്നു അവിടെ. രവീന്ദ്രൻ സുനന്ദയെ കണ്ടു ചിരിച്ചു. ഞങ്ങളൽപ്പം മദ്യപിക്കുകയാണ്. വിരോധമില്ലെങ്കിൽ അകത്തേക്ക് വരാം. സുനന്ദ കയറി ചെന്നു. മേശപ്പുറത്ത് ഒരു പ്ലേറ്റിൽ കടയിൽ നിന്ന് വാങ്ങിയ പൊറോട്ട, മറ്റൊന്നിൽ ഇറച്ചിക്കറി, മദ്യം നിറച്ച ഗ്ലാസുകൾ, മിക്കവാറും ഒഴിയാറായ മദ്യക്കുപ്പി. ജോർജിന്റെ കണ്ണും മുഖവും ചുമന്ന് കാണപ്പെട്ടു. സുനന്ദേ, ഒരു സ്മോൾ. ജോർജ് തന്റെ ഗ്ലാസ് സുനന്ദയുടെ നേർക്ക് നീട്ടി. സുനന്ദ അയാളെ തറപ്പിച്ച് നോക്കി. ഔദാര്യത്തിന് നന്ദി. തന്നെത്താൻ മോന്തിയാൽ മതി. അതെന്താ സുനന്ദേ ഒരുമാതിരി ഇഷ്ടപ്പെടാതെ? സുനന്ദേ, ഇവൻ ഫിറ്റാ, രവീന്ദ്രൻ പറഞ്ഞു. ഇവന്റെ ചെലവാ ഇതൊക്കെ. എന്താ വിശേഷം? ആർക്കറിയാം. ഇന്ന് ആഘോഷിക്കേണ്ട ദിവസമാണെന്ന് ഇവൻ പറഞ്ഞു. എന്താ ജോർജേ? കാര്യമുണ്ട്. ഇയാളറിയണ്ട. എനിക്ക് സൗകര്യം പോലെ ഞാൻ ആഘോഷിക്കും. തോന്നുമ്പോ കുടിക്കും. ഇയാൾ ആരാ ചോദിക്കാൻ? നിങ്ങൾ ഈ മൂഡിലാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സോറി രവീന്ദ്രൻ. പുരുഷന്മാർ മദ്യപിക്കുന്നിടത്ത് എനിക്കെന്ത് കാര്യം? ഞാൻ പോണു. സുനന്ദ മുറിവിട്ടിറങ്ങി. രവീന്ദ്രൻ മുറ്റം വരെ അവളെ അനുഗമിച്ചു. പിണങ്ങിപ്പോവാണോ? എന്തിന്? അവൻ ശരിക്കും മൂഡൌട്ട്. അതാ കാര്യം. രവീന്ദ്രൻ ഇന്ന് നൈറ്റ് ഡ്യൂട്ടി അല്ലേ? പോണം. ജോർജിനോ? അവന് പകലല്ലേ? ഇനിയിപ്പോ കുടിച്ചെടുത്ത് തന്നെ കിടന്ന് ബോധം കെട്ട് ഉറങ്ങത്തേയുള്ളൂ. വേറെ വിശേഷമൊന്നുമില്ലല്ലോ? വേറെന്ത് വിശേഷം? സോണിയ പ്രശ്നം ജോർജിനോട് ചോദിച്ചോ? ഇല്ല, എനിക്ക് ധൈര്യം വന്നില്ല. ജോർജ് ഒന്നും പറഞ്ഞുമില്ലേ? ഇല്ല. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒന്ന് അവനെ അലട്ടുന്നുണ്ട്. അതാണ് ഈ വെള്ളമുടിയും മറ്റും. ശരി, പോട്ടെ. സുനന്ദ പോയി. രവീന്ദ്രൻ അകത്തേക്ക് കയറി. അവർ മദ്യപാനം തുടർന്നു. ജോർജ് ശരിക്കും മദ്യലഹരിയിലായിരുന്നു. കണ്ണും തലയും വരെ നേരെ നിൽക്കാത്ത അവസ്ഥ. രവീന്ദ്ര, മോനെ രവീന്ദ്ര, ഞാൻ ഇന്ന് ആഘോഷിക്കണമെന്ന് പറഞ്ഞപ്പം എന്തിനാണെന്ന് നീ ചോദിച്ചില്ലേ? ഇപ്പൊ പറയാം. ഞാനൊരു തെറ്റ് ചെയ്തു. ഒരു ഭയങ്കര തെറ്റ്. ജോർജിന്റെ തല നെഞ്ചിലേക്ക് തൂങ്ങിക്കിടന്നു. നാളെ ചിലപ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് വരികയില്ല. അല്ലെങ്കിൽ നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് വരികയില്ല. അതുകൊണ്ട് പറയാം, കേട്ടോ? കേട്ടോടാ, ഞാനൊരു മഹാപോകൃത്തരം കാണിച്ചു. രവീന്ദ്രൻ ഉദ്യോഗത്തോടെ ജോർജിനെ നോക്കി. നീ പറ, ഞാൻ കേൾക്കുന്നുണ്ട്. എന്റെ വീട് നിനക്കറിയില്ലേ? വീട്ടുകാരെ നിനക്കറിയില്ലേ? അമ്മയെ അപ്പനെയും അനിയന്മാരെയും പെങ്ങന്മാരെയും അറിയില്ലേ? പാവങ്ങളാ അവര്. ഞാനും ഒരു പാവമാടാ. അറിയില്ലേ നിനക്ക്? അവർക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ല. അവർക്ക് വേണ്ടിയിട്ടാ ഞാനത് ചെയ്തേ. ജോർജ് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. അവരെ രക്ഷിക്കാൻ, എന്റെ കുടുംബം രക്ഷിക്കാൻ വേറൊരു വഴിയില്ലായിരുന്നടാ. അയാൾ മേശപ്പുറത്തേക്ക് തല ചായ്ച്ചു വെച്ചു. അല്പസമയം ഏങ്ങലടിച്ചു. കൊലച്ചതിയാ ഞാൻ ചെയ്തേ. ചെയ്യാൻ പാടില്ലാത്തതാ. ശരിയാ. പക്ഷേങ്കില് ചെയ്യേണ്ടി വന്നു. നീ എന്ത് ചെയ്തെന്നാ? ചെയ്തു പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ജോർജ് നിവർന്നിരുന്നു. പിന്നെ ഉള്ളിലെ വ്യത ദുസ്സഹമായിട്ടെന്നോണം കൈ ചുരുട്ടി മേശപ്പുറത്തിട്ടടിച്ചു. നീ കേട്ടോടാ, അതിന്റെ ആഘോഷമായിന്ന്. അയാൾ വീണ്ടും മേശയ്ക്ക് മീതെ തലചായ്ച്ചു കിടന്നു. ജോർജ് ക്വാർട്ടേഴ്സിൽ തന്നെയുണ്ടെന്ന് സുനന്ദ പറഞ്ഞപ്പോൾ രാജീവിന് ആശ്ചര്യമാണുണ്ടായത്. ഇന്നലെ രാത്രി താൻ അവിടെ ചെന്നതിനെക്കുറിച്ച് അയാൾ രവീന്ദ്രനോട് പോലും പറഞ്ഞിട്ടുമില്ല. അയാൾക്ക് കുറ്റബോധം കാണും. രാജീവൻ ചെല്ലുമ്പോൾ എല്ലാം തുറന്നു പറഞ്ഞ് ഹൃദയഭാരം ഇറക്കി വെക്കാൻ കാത്തിരിക്കുകയാവും അയാളും, സുനന്ദ പറഞ്ഞു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ രാജീവൻ ജോർജിന്റെ ക്വാർട്ടേഴ്സിലേക്ക് പോകാനൊരുങ്ങി. വളരെ കരുതലോടെ വേണം പോകാൻ, സുനന്ദ ഓർമ്മിപ്പിച്ചു. എന്തെങ്കിലും അപകട സൂചന കണ്ടാൽ എതിർക്കാൻ നിൽക്കാതെ ഓടി രക്ഷപ്പെട്ടു കൊള്ളണം. ജോർജിനെ ഒന്നും ചെയ്യരുത്. രാജീവൻ തലകുലുക്കി.
അയാൾ ജാഗ്രതയോടെയാണ് നീങ്ങിയത്. ആപൽ സൂചന കണ്ടാൽ ഓടി രക്ഷപ്പെടാനുള്ള പഴുതുകൾ നോക്കിവെച്ചു. വാലീസ് എസ്റ്റേറ്റ് ഇരുണ്ട നീലിമ വാരി പുതച്ചു കിടന്നു. കാറ്റും ഇലയനക്കവുമില്ലാത്ത പ്രകൃതി. രാജീവൻ ക്വാർട്ടേഴ്സിന് പിന്നിലെത്തി. വാതിലിൽ തട്ടുന്നതുകൊണ്ട് ഫലമൊന്നുമില്ലെന്ന് രാജീവിന് അറിയാമായിരുന്നു. ഇത്തവണ ആരെന്നറിയാതെ ജോർജ് വാതിൽ തുറക്കുകയില്ല. അയാൾ പിൻവാതിലിന്റെ കട്ടിളപ്പടിയിൽ തൂങ്ങി നിന്ന് വെന്റിലേഷനിലൂടെ കൈ അകത്തേക്ക് കടത്തി ബോൾട്ടെടുത്തു. വാതിൽ ശബ്ദമുണ്ടാക്കാതെ തുറന്ന് ചായ്പിൽ കടന്നു. വാതിൽ ചാരി. സുനന്ദ കൊടുത്ത പെൻ ടോർച്ച് കാൽച്ചുവട്ടിൽ മിന്നിച്ചുകൊണ്ട് അയാൾ അടുക്കളയിലേക്ക് നീങ്ങി. കിടപ്പറയുടെ വാതിൽ തുറന്നു കിടന്നത് അയാളെ അത്ഭുതപ്പെടുത്തി. രാജീവൻ കിടക്കകളിലേക്ക് ടോർച്ച് മിന്നിച്ചു. 2 കട്ടിലുകൾ ശൂന്യമായിരുന്നു. ഇരുട്ടിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ തോളിലും മുഖത്തും എന്തോ സ്പർശിച്ചു. രാജീവൻ ഞെട്ടിപ്പോയി. പിന്നെ മുകളിലേക്ക് ടോർച്ച് മിന്നിച്ചു. വല്ലാത്തൊരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് രാജീവൻ ഞെട്ടിത്തെറിച്ച് പിന്നോട്ടു മാറി. ഫാനിൽ തൂങ്ങി നിൽക്കുന്ന ഒരു ശരീരം. വിറയാർന്ന കൈകൊണ്ട് അയാൾ വീണ്ടും ടോർച്ച് മിന്നിച്ചു. ഫാനിൽ കെട്ടിയ കുടുക്കിൽ തൂങ്ങിക്കിടന്ന് മെല്ലെയാടുന്ന ജോർജിന്റെ ശവശരീരം. ഹോസ്പിറ്റലിൽ നിന്നും വൈകുന്നേരം മടങ്ങിയെത്തിയ ഉടൻ സുനന്ദ പറഞ്ഞു, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത്രേ. കഴുത്ത് ഞെരിഞ്ഞ് ശ്വാസം മുട്ടിയാണ് മരണം. രാത്രി 11 മണിക്കാണ് സംഭവം നടന്നത്. തൂങ്ങി മരണത്തിനിടയിൽ സംഭവിക്കാവുന്ന ക്ഷതങ്ങൾ ഒന്നും ദേഹത്തിനില്ല. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി സ്ഥാനം മാറിയാണ് കുടുക്ക് മുറുകിയ പാടുകൾ. പിന്നെ കൈകൾ തൂങ്ങിക്കിടക്കുന്ന രീതിയും ശരിയല്ല. വേണമെങ്കിൽ ഒരു കൊലപാതകമാക്കാൻ കഴിയുമെന്ന് അല്ലേ? രാജീവൻ പുച്ഛസ്വരത്തിൽ ചോദിച്ചു. സുനന്ദ മറുപടി ഒന്നും പറഞ്ഞില്ല. 2 ദിവസത്തിന് ശേഷം സുനന്ദ രവീന്ദ്രനെ കാണാൻ പോയി. രവീന്ദ്രൻ ദുഃഖിതനും നിരാശനുമായി കാണപ്പെട്ടു. സുനന്ദയെ കണ്ട് അയാൾ വിഷാദത്തോടെ മന്ദസ്മിതം തൂകി. 2 പേരും വരാന്തയിലിരുന്നു. സുനന്ദയ്ക്കും വിഷമം തോന്നി. ഏതാനും വർഷങ്ങളായി ജോർജും രവീന്ദ്രനും ഒന്നിച്ച് താമസിച്ചിരുന്ന വീടാണ്. ഇപ്പോൾ അയാൾ തനിയെ. ഇരുവർക്കും ഒന്നും പറയാനില്ലെന്ന് തോന്നി. അങ്ങനെ ഞാൻ തനിച്ചായി. രവീന്ദ്രൻ നെടുവീർപ്പയച്ചു. പോലീസ് അന്വേഷണം വല്ലതും നടക്കുന്നുണ്ടോ? സുനന്ദ ചോദിച്ചു. എന്തോന്ന് അന്വേഷണം? ആരാണ് പിറകെ പോകാനുള്ളത്? ജോർജിന്റെ വീട്ടുകാരോ? അവർക്കതിന് കഴിവില്ലെന്നറിയാലോ. പോലീസ് ആത്മഹത്യയാണെന്ന് തീരുമാനിച്ചാൽ ആത്മഹത്യ, കൊലപാതകമാണെന്ന് തീരുമാനിച്ചാൽ കൊലപാതകം, അത്ര തന്നെ. രവീന്ദ്രൻ എന്താണ് തോന്നുന്നത്? സുനന്ദ ചോദിച്ചു. അയാൾ ആത്മഹത്യ ചെയ്യാൻ ഞാൻ ഒരു കാരണവും കാണുന്നില്ല. അങ്ങനെ ചെയ്യണമായിരുന്നെങ്കിൽ ഒരു കുറിപ്പെങ്കിലും അയാൾ എഴുതി വെക്കുമായിരുന്നു. മാത്രമല്ല, ഞങ്ങൾ പിരിയുന്നത് വരെ അയാൾ അല്പം മദ്യപിച്ചിട്ടുണ്ടെന്നതല്ലാതെ ആത്മഹത്യ ചെയ്യുന്നതിന്റെ യാതൊരു സൂചനയും പ്രകടിപ്പിച്ചില്ല. പതിവിന് വിപരീതമായല്ലേ മദ്യപിച്ചത്? അയാൾക്ക് അങ്ങനത്തെ ശീലമൊന്നും ഇല്ലായിരുന്നല്ലോ. അത് ശരിയാണ്. എന്ത് സംഭവിച്ചു എന്നെനിക്ക് അറിഞ്ഞുകൂടാ. മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു വലിയൊരു തെറ്റ് ചെയ്തുവെന്ന്. ഭയങ്കരമായൊരു തെറ്റ്. എന്നിട്ട്? സുനന്ദ ഉദ്യോഗത്തോടെ മുമ്പോട്ടാഞ്ഞു. അയാളുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ചെയ്തതെന്നും പറഞ്ഞു. എന്താണ് ആ തെറ്റെന്ന് പറഞ്ഞില്ലേ? ഇല്ല. ലക്കില്ലാതെയാണ് അത്രയും പറഞ്ഞത്. പിന്നെ ആൾ വല്ലാതെ വയലന്റായി. മേശയൊക്കെ മറിച്ചിട്ടു. രവീന്ദ്രന് പിന്നെ ചോദിച്ചുകൂടായിരുന്നോ? ഞാനതത്ര ഗൗരവമായിട്ടെടുത്തില്ല. അയാൾ തമാശ പറയുന്നതാണെന്ന് വിചാരിച്ചോ? സുനന്ദ എന്തിനാ ഇത്ര ആവേശം കൊള്ളുന്നത്? കാര്യമുണ്ടായിട്ട്. ഭയങ്കരമായൊരു തെറ്റ് ചെയ്തുവെന്ന് അയാൾ പറഞ്ഞതിൽ അത്രയധികം കുറ്റബോധം ഉണ്ടായിരുന്നിരിക്കണം. ആ കുറ്റബോധമായിരിക്കും മദ്യപാനത്തിനും ആത്മഹത്യയ്ക്കും പ്രേരിപ്പിച്ചത്. അത്രമേൽ വലിയൊരു തെറ്റെന്താണ്? സോണിയയുടെ കാര്യം നിങ്ങൾ മറന്നോ? കുടുംബത്തെ രക്ഷിക്കാനാണ് തെറ്റ് ചെയ്തതെന്നല്ലേ പറഞ്ഞത്? കുടുംബത്തെ രക്ഷിക്കാൻ പണം വേണമായിരുന്നു. സോണിയയുടെ കൈവശം സ്വർണവും പണവും ഉണ്ടായിരുന്നു. അയാൾ ചെയ്ത തെറ്റെന്താണെന്ന് ഊഹിച്ചുകൂടായിരുന്നോ? രവീന്ദ്രൻ ഒരു പൊള്ള ചിരി ചിരിച്ചു. അത്രയൊന്നും കടന്നു ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല സുനന്ദേ. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. മൂർസൺ എസ്റ്റേറ്റിലെ സ്റ്റാൻലിയുടെ കയ്യിൽ നിന്നാണ് ലോൺ തിരിച്ചടയ്ക്കാനാവശ്യമായ തുക വാങ്ങിയതെന്ന് ജോർജ് എന്നോട് പറഞ്ഞിരുന്നു. കാലുപിടിച്ച് കടം വാങ്ങിയതാവാം. അല്ലാതെ സോണിയെ അപായപ്പെടുത്തിയിട്ട് കിട്ടിയ പണമൊന്നുമല്ല. കുടുംബത്തെ രക്ഷിക്കാൻ തെറ്റ് ചെയ്തുവെന്ന് പറഞ്ഞത് വേറെ വല്ലതിനെക്കുറിച്ച് മാത്രമായിരിക്കും. സ്റ്റാൻലി അങ്ങനെ കുറേയധികം രൂപ ജോർജിന് കൊടുക്കുമോ? അവർ തമ്മിൽ ശരിക്കു പരിചയം പോലുമില്ലല്ലോ. മാത്രമല്ല, സ്റ്റാൻലി ആര്, ജോർജ് ആര്? ഒരു എസ്റ്റേറ്റ് ഉടമയോട് വെറും ഒരു സാധാരണക്കാരൻ. അയാൾ കാലുപിടിച്ച് കരഞ്ഞപ്പോൾ സ്റ്റാൻലിക്ക് ദയ തോന്നിക്കാണും. അല്ലെങ്കിലും സ്റ്റാൻലി ഒരു ശുദ്ധനാണ്. അയാളാണോ ശുദ്ധൻ? ദുഷ്ടൻ, ചെകുത്താൻ. സുനന്ദ കടപ്പല്ല് ഞെരിച്ചു. ശരിയായിരിക്കാം. എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊന്നും അയാളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. സുനന്ദ തളർച്ചയോടെ രവീന്ദ്രനെ നോക്കി കുറേ നിമിഷം മൗനമായിരുന്നു. നിങ്ങൾക്ക് ഈ വിവരങ്ങളെല്ലാം പോലീസിൽ പറയാമായിരുന്നില്ലേ? ചോദ്യം ചെയ്തപ്പോൾ. എന്നിട്ട് ഞാൻ സ്റ്റേഷനിലും കോടതിയിലും കയറി ഇറങ്ങണമല്ലേ? സുനന്ദ അല്പനേരം കൂടി രവീന്ദ്രനുമായി സംസാരിച്ചിരുന്നു. അനന്തരം വീട്ടിലേക്ക് മടങ്ങി. അവൾ രവീന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ രാജീവിനെ അറിയിച്ചു. ആദ്യം അശ്രദ്ധയോടെയാണ് രാജീവൻ അത് കേട്ടതെങ്കിലും ജോർജിന് പണം കിട്ടിയത് എവിടെ നിന്നാണെന്നറിഞ്ഞപ്പോൾ ജാഗ്രതയോടെ ശ്രദ്ധിച്ചു.
സ്റ്റാൻലിയാണ് രൂപ കൊടുത്തതെങ്കിൽ നമ്മൾ ജോർജിനെ സംശയിച്ചത് വെറുതെയാണ്. ജോർജും സോണിയെ കാണാതായതും തമ്മിൽ യാതൊരു ബന്ധവും കാണില്ല, സുനന്ദ പറഞ്ഞു. സ്റ്റാൻലിയാണ് രൂപ കൊടുത്തതെന്ന് ഉറപ്പാണോ? ജോർജ് കള്ളം പറഞ്ഞതായിക്കൂടുന്നില്ലല്ലോ. കള്ളം പറയണമെങ്കിൽ കുറെ കൂടി വിശ്വാസയോഗ്യമായ കള്ളം പറഞ്ഞുകൂടെ? സ്റ്റാൻലി ജോർജിന് പണം കൊടുത്തുവെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ? ഏറ്റവും അടുത്ത സുഹൃത്തല്ലാതെ? ഏറ്റവും അടുത്ത സുഹൃത്തിനോടേ പറയൂ അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രൂപ കൊടുത്തുവെന്ന് പറയുന്നത് ശരിയാണ്. സ്റ്റാൻലിയെപ്പോലെ ഒരു എസ്റ്റേറ്റ് ഉടമയുടെ മകൻ മറ്റൊരു എസ്റ്റേറ്റിലെ വെറും ഒരു സൂപ്പർവൈസറായ യാതൊരു ബന്ധവും മുൻപരിചയവുമില്ലാത്ത ജോർജിന് ആയിരക്കണക്കിന് രൂപ കൊടുക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും രഹസ്യമുണ്ടായിരിക്കണം. ജോർജ് ചെന്ന് കാല് പിടിച്ചപേക്ഷിച്ചപ്പോൾ ദയ തോന്നി കൊടുത്തതായിക്കൂടുന്നില്ലല്ലോ. എന്നാൽ പിന്നെ ജോർജിനത് നേരത്തെ രവീന്ദ്രനോട് പറയാമായിരുന്നു. പകരം കള്ളം പറയുകയാണ് ചെയ്തത്. മദ്യപിച്ച ദിവസം ആണ് അയാൾ സത്യം പറഞ്ഞത്. അത് ശരിയാണ്. പിന്നെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു തെറ്റ് ചെയ്തുവെന്നും പറഞ്ഞല്ലോ എന്നാണ് രവീന്ദ്രൻ പറഞ്ഞത്. ഇപ്പോൾ എനിക്കും സംശയം തോന്നുന്നു. ജോർജ് ആത്മഹത്യ ചെയ്തതല്ല, കൊല്ലപ്പെട്ടതാണെന്ന്. സ്റ്റാൻലിയെപ്പറ്റി സുനന്ദയ്ക്ക് ശരിക്കറിയാമല്ലോ. അയാൾ ആർക്കും പണം കൊടുക്കും, പക്ഷെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അത് നമ്മൾ അറിയുകയില്ല. എനിക്ക് അയാളെ നല്ലവണ്ണം അറിയാം, ആ ചെകുത്താനെ. സുനന്ദയുടെ പല്ലുകൾ ഞെരിഞ്ഞു. സുനന്ദ രാജീവന്റെ കണ്ണുകളിലേക്ക് നോക്കി. പിന്നെ മുഖം താഴ്ത്തി പതുക്കെ പിറുപിറുത്തു. നമുക്കുറങ്ങാം, രാത്രി വളരെയായി. അവൾ എഴുന്നേറ്റ് രാജീവിന് കിടക്ക വിരിച്ചു കൊടുത്തു. അയാൾ കിടക്കയിൽ കയറി കിടന്നു. സുനന്ദ അയാളുടെ കിടക്കയിൽ തലയിണ ക്രാസിന്മേൽ ചാരിവെച്ച് കിടന്ന് ലൈറ്റണച്ചു. മുറി ഇരുട്ടിൽ മുങ്ങി. ഇടയ്ക്കിടെ സുനന്ദയുടെ നെടുവീർപ്പുകൾ കേൾക്കാമായിരുന്നു. പിന്നെ ഇരുവരും ഉറങ്ങി. 6 മണിക്കുള്ള സൈറൺ കേട്ട് സുനന്ദ ഉണർന്നു. എഴുന്നേറ്റ് ലൈറ്റിട്ടു. കിടക്കയിൽ രാജീവിനെ കണ്ടില്ല. തലയിണയ്ക്ക് മീതെ മടക്കി വെച്ച പുതപ്പിന് മുകളിൽ വെള്ളക്കടലാസിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതിയ കുറിപ്പ് കണ്ടു. അമ്പരപ്പോടെ അവൾ അതെടുത്തു നോക്കി. ഞാൻ പോകുന്നു, അത്രമാത്രം. രാജീവൻ ബാൽക്കണിയുടെ പാരപ്പറ്റിനപ്പുറത്ത് മറഞ്ഞിരുന്നുകൊണ്ട് ഗ്രില്ലിനിടയിലൂടെ നോക്കി. ആരെയും കാണാനുണ്ടായിരുന്നില്ല. വിശാലമായ വളപ്പിനുള്ളിൽ മതിലിനോട് ചേർന്ന് ചതുരാകൃതിയിൽ നിരനിരയായി കാണപ്പെട്ട ചൂളമരങ്ങളിൽ ബംഗ്ലാവിന്റെ പൂമുഖത്തെ വെളിച്ചം വീണിരുന്നു. മതിൽ മരങ്ങളുടെ കറുത്ത നിഴലിലാണ്ട് കിടന്നു. മതിലിനപ്പുറത്ത് ഇരുണ്ട രാത്രിയുടെ സമുദ്രം. കുറെ അകലെ കുന്നിന്റെ താഴ്വരയിൽ ക്വാർട്ടേഴ്സുകളിലെയും ലൈനുകളിലെയും വെളിച്ചം. അതിനും താഴെയായി വെളുത്ത 4 നില കെട്ടിടത്തിന്റെ മിനിയേച്ചറിൽ ചെറിയ ബൾബുകൾ മിന്നുന്നതുപോലെ ഫാക്ടറി കെട്ടിടം. ഇടത്തും വലത്തുമായി ഉയർന്നുയർന്നു പോകുന്ന മലനിരകളുടെ മധ്യത്തിൽ മോറിസൺ എസ്റ്റേറ്റ് മയക്കത്തിന് വട്ടം കൂട്ടുകയാണ്. ദൂരെ ചുരത്തിലൂടെ കടന്നുപോകുന്ന വാഹനത്തിന്റെ വെളിച്ചം വല്ലപ്പോഴും എസ്റ്റേറ്റ് പ്രാന്തങ്ങളിലേക്ക് പാളി വീണുകൊണ്ടിരുന്നു. മലകൾക്കിടയിലൂടെ കാണാവുന്ന ദൃശ്യത്തിൽ അകലെയുള്ള പർവ്വതവും അതിന്റെ പ്രാന്തങ്ങളിലെ എസ്റ്റേറ്റ് ഫാക്ടറികളിൽ നിന്നുള്ള വെളിച്ചവും ഉൾപ്പെട്ടിരുന്നു. വളപ്പിനുള്ളിൽ 2 കെട്ടിടങ്ങളാണുള്ളത്. തൊഴിലാളികളുടെ ഭാഷ്യത്തിൽ കൊച്ചുമുതലാളിയുടെ ബംഗ്ലാവും വലിയ മുതലാളിയുടെ ബംഗ്ലാവും. സ്റ്റാൻലിയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും 10 വാരയപ്പുറത്തുള്ള വലിയ കെട്ടിടത്തിൽ താമസിക്കുന്നു. ഇപ്പുറത്തെ ചെറിയ കെട്ടിടം സ്റ്റാൻലിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. വലിയ ബംഗ്ലാവിലെ ലൈറ്റുകളെല്ലാം അണഞ്ഞു കഴിഞ്ഞു. ഒരു ജനാലയിൽ മാത്രം അല്പനേരത്തേക്ക് കൂടി വെളിച്ചം കണ്ടു. ഒടുവിൽ അതും അണഞ്ഞു. ഇനി പൂമുഖത്തും കെട്ടിടത്തിന്റെ വശങ്ങളിലും പുറകിലുമുള്ള ബൾബുകളിൽ മാത്രം പ്രകാശിച്ചു നിൽപ്പുണ്ട്. ഗേറ്റിനും പൂമുഖത്തിനുമിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാച്ചർ നടക്കുന്നത് കാണാം. അല്പം കഴിഞ്ഞപ്പോൾ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തെ വെളിച്ചത്തിൽ മുക്കിക്കൊണ്ട് മുകളിലെ റോഡിൽ നിന്നും ഒരു കാർ നിരങ്ങി ഇറങ്ങി വന്നു. കണ്ണഞ്ചിപ്പോയ രാജീവൻ സൺഷേഡിലേക്ക് ചേർന്ന് കിടന്നു. കാർ വലിയ ബംഗ്ലാവിന്റെ പോർച്ചിൽ ചെന്ന് നിന്നു. വാച്ചർ ഗേറ്റ് വീണ്ടും പൂട്ടി. സ്റ്റാൻലിയുടെ വൃദ്ധപിതാവ് കാറിൽ നിന്നും ഇറങ്ങുന്നത് കണ്ടു. അപ്പോഴേക്കും സ്വീകരണത്തളത്തിലും സിറ്റൗട്ടിലും അകത്തെ ഏതോ മുറിയിലും ലൈറ്റ് തെളിഞ്ഞു. വാതിൽ തുറക്കപ്പെട്ടു. സ്റ്റാൻലിയുടെ പിതാവ് അകത്തേക്ക് കയറി. അരമണിക്കൂറിന് ശേഷം കെട്ടിടത്തിനുള്ളിലെ ലൈറ്റുകൾ ഒന്നൊന്നായി അണഞ്ഞു. കാർ വന്നപ്പോൾ സ്റ്റാൻലി ബാൽക്കണിയിൽ നിന്ന് നോക്കിയത് രാജീവൻ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ അയാൾ മുറിയിലേക്ക് തന്നെ പിൻവലിയുന്നതും കണ്ടു. അയാളുടെ മുറിയിലെ വെളിച്ചം ഇനിയും അണഞ്ഞിട്ടില്ല. കുറെ കഴിഞ്ഞപ്പോൾ സ്റ്റാൻലി വീണ്ടും ബാൽക്കണിയിലേക്ക് വന്നു. ക്രിസ്തീയ മത മേലധ്യക്ഷന്മാരെ അനുസ്മരിപ്പിക്കും വിധം മിന്നുന്ന തുന്നൽ പണികളുള്ള പാദത്തോളം എത്തുന്ന ചുവന്ന അങ്കിയാണ് അയാൾ അണിഞ്ഞിരുന്നത്. അയാളുടെ കയ്യിൽ മദ്യം നിറച്ച പാത്രവും ഉണ്ടായിരുന്നു. അത് മെല്ലെ സിപ്പ് ചെയ്തുകൊണ്ട് ചിന്താധീനനായി അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. 4 പാടും ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച ശേഷം രാജീവൻ ബാൽക്കണിയിൽ കടന്നു. സ്റ്റാൻലി വാതിലിനപ്പുറം ബാൽക്കണിയുടെ അങ്ങേയറ്റത്തേക്ക് നടക്കുകയായിരുന്നു. രാജീവൻ ചുവരോട് ചേർന്ന് ശബ്ദമുണ്ടാക്കാതെ നീങ്ങി. സ്റ്റാൻലി അങ്ങേയറ്റത്ത് ചെന്ന് തിരിയുന്നതിന് മുമ്പേ അയാൾ വാതിലിനടുത്തെത്തി. ഞൊടിയിടയിൽ അകത്തു കടന്നു. ഗസ്റ്റ് റൂം കടന്ന് അയാൾ നേരെ സ്റ്റാൻലിയുടെ കിടക്കറയിലെത്തി.
അവിടെ ബെഡ് ലാമ്പിന്റെ പ്രകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒളിഞ്ഞിരിക്കാൻ പാകത്തിൽ ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലം കിടപ്പറയോട് ചേർന്നുള്ള ടോയ്ലറ്റ് തന്നെയാണെന്ന് അയാൾ കണ്ടുപിടിച്ചു. ഏകദേശം 20 മിനിറ്റുകൾക്ക് ശേഷം സ്റ്റാൻലി വാതിലുകളെല്ലാം അടച്ച് ബെഡ്റൂമിലെത്തി. ബെഡ്റൂമിന്റെ വാതിലും അടച്ചു. അനന്തരം സിഗരറ്റ് പുകച്ചുകൊണ്ട് ടോയ്ലറ്റിലേക്ക് കടക്കാനായി വാതിൽ തള്ളി തുറന്നു. മിന്നൽ പുണർപ്പ് പോലെ എന്തോ ചലിച്ചതായി സ്റ്റാൻലിക്ക് തോന്നി. കാൽ പിൻവലിക്കാൻ സമയം കിട്ടും മുമ്പേ കഴുത്തിലെന്തോ ചുറ്റിപ്പിണഞ്ഞു. അയാൾ ഒന്ന് നിലവിളിച്ചു. തൊണ്ട ഞെരിഞ്ഞമർന്ന് അതടങ്ങി. എങ്ങോട്ടോ വലിക്കപ്പെട്ടതുപോലെ തോന്നി. നിലതെറ്റി തല ചുവരിലിടിച്ച് തറയിലേക്ക് മറിഞ്ഞടിച്ച് വീണു. രാജീവൻ ടോയ്ലറ്റിന്റെ വാതിൽ ചവിട്ടിയടച്ച് തഴുതിട്ടു. ഇനി നിലവിളിച്ചാലും ശബ്ദം പുറത്തു കേൾക്കില്ലെന്ന് ഉറപ്പാക്കി. എഴുന്നേൽക്കാൻ ശ്രമിക്കുകയായിരുന്ന സ്റ്റാൻലിയെ ചവിട്ടിത്തള്ളിയ ശേഷം കഴുത്തിലെ ഷാൾ വലിച്ചു മുറുക്കി. അരയിൽ നിന്നും കത്തി വലിച്ചെടുത്തു. അപ്രതീക്ഷിതമായ ആ ആക്രമണത്തിൽ ശബ്ദിക്കാൻ പോലും കഴിയാത്ത വിധം സ്റ്റാൻലി ഭയന്നു പോയിരുന്നു. വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ട് സുനന്ദ ഞെട്ടിയുണർന്നു. അവൾ എഴുന്നേറ്റ് ലൈറ്റിട്ടു. തുടരെ തുടരെയുള്ള മുട്ടിവിളിക്കൽ. അവൾ ഭീതിയോടെ വരാന്തയിലേക്ക് ചെന്നു. ആരാ അത്? ഞാൻ, രാജീവൻ. രാജീവിന്റെ സ്വരം അവൾ തിരിച്ചറിഞ്ഞു. അയാൾ ഇവിടെ നിന്നും പോയിട്ട് ഇത് 3-ാമത്തെ ദിവസമാണല്ലോ എന്നോർക്കുകയും ചെയ്തു. അയാൾക്ക് എന്തു പറ്റിയെന്നോർത്ത് ഭയന്നിരിക്കുകയായിരുന്നു അവൾ. അത്ഭുതത്തോടെ സുനന്ദ വാതിൽ തുറന്നു. രാജീവിനെ കണ്ടപ്പോൾ അതിരറ്റ സന്തോഷം തോന്നി. അയാൾ ഒരാപത്തിലും കുടുങ്ങാതെ തന്റെ അടുത്ത് തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. രാജീവൻ അകത്തു കടന്ന് വാതിലടച്ചു. എവിടെയായിരുന്നു? പറയാം, വരൂ. രാജീവന്റെ സ്വരത്തിലെ ദൃഢത അവളെ അമ്പരപ്പിച്ചു. അയാളുടെ മുഖം വന്യവും കഠിനവുമായി കാണപ്പെട്ടു. അക്ഷമയും ജാഗ്രതയും ഉത്കണ്ഠയും മൗഢ്യവും എല്ലാം മുഖത്ത് തെളിഞ്ഞുമാഞ്ഞു കൊണ്ടിരുന്നു. അയാളുടെ ഗൗരവപൂർണമായ ചലനവും മറ്റും കണ്ടപ്പോൾ തന്നെ ഗുരുതരമായ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് സുനന്ദയ്ക്ക് മനസ്സിലായി. ബെഡ്റൂമിലെ കസേരയിൽ രാജീവൻ ഇരുന്നു. സുനന്ദ മേശമേൽ ചാരി നിന്ന് തോളത്തും മാറിലും ചിതറിക്കിടന്ന മുടി വാരി ചുമലിലേക്കിട്ടു. സാരിത്തുമ്പ് കൊണ്ട് മുഖം അമർത്തി തുടച്ചു. കൊച്ചുകുട്ടികളെപ്പോലെ മുഷ്ടി ചുരുട്ടി ഉറക്കച്ചടവില്ല കണ്ണുകൾ തിരുമ്മി. എന്നോടൊരു വാക്കുപോലും പറയാതെ ഒളിച്ചു പോയി കളഞ്ഞല്ലേ? വേണ്ടി വന്നു സുനന്ദേ. നീ എതിർക്കുമെന്ന് ഭയന്നിട്ടാണ്. എന്നിട്ട് കഴിഞ്ഞ 2 ദിവസം എവിടെയായിരുന്നു? മോറിസൺ എസ്റ്റേറ്റിൽ പോയി. ലോൺ റോക്ക് എസ്റ്റേറ്റിലും. എന്തിന്? ആശ്ചര്യത്തോടെ അവൾ ചോദിച്ചു. കാര്യമുണ്ടായിരുന്നു. രാജീവൻ പോയ ശേഷം ഒരു നിമിഷം പോലും എനിക്ക് മനസമാധാനം ഉണ്ടായിട്ടില്ല. പോലീസ് പിടിക്കുമോ എന്ന ചിന്തയായിരുന്നു. മോറിസണിൽ ചെന്നിട്ട് സ്റ്റാൻലിയെ കണ്ടോ? സ്റ്റാൻലിയെ കാണാനാണ് പോയതെന്ന് എങ്ങനെ അറിഞ്ഞു? ഞാൻ ഊഹിച്ചു. ജോർജ് സ്റ്റാൻലിയോട് പണം വാങ്ങിയതിൽ എന്തോ രഹസ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഊഹിച്ചു. സോണിയെ കാണാതായതിൽ സ്റ്റാൻലിക്കും പങ്കുണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്നുവെന്ന്. അത് സത്യമായിരുന്നു സുനന്ദേ. അയാൾക്കതിൽ പങ്കുണ്ട്. സുനന്ദ അമ്പരപ്പോടെ മുന്നോട്ടാഞ്ഞു. എങ്ങനെ? പറയാം. അതിനു മുമ്പ് നീ എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ തരണം. വെള്ളമായാലും മതി. പിന്നെ ആഹാരം വല്ലതും ഉണ്ടെങ്കിൽ തണുത്തതായാലും കുഴപ്പമില്ല. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. ഈശ്വരാ, ഞാൻ എന്തൊരു മണ്ടിയാണ്. അതൊന്നും ഓർത്തില്ല. വരൂ. അവൾ അയാളെയും കൂട്ടി അടുക്കളയിൽ കടന്നു. ആദ്യം രാജീവൻ കുറെ വെള്ളം കുടിച്ചു. പിന്നെ സുനന്ദ വിളമ്പിക്കൊടുത്ത തണുത്ത ചോറും കറികളും കഴിച്ചു. അപ്പോഴേക്കും സുനന്ദ അടുപ്പ് കത്തിച്ച് കാപ്പിയിട്ടു. ചൂട് കാപ്പി മുത്തി കുടിച്ചുകൊണ്ട് രാജീവൻ അടുപ്പിനരികിൽ തീ കാഞ്ഞിരുന്നു. അയാൾ വീണ്ടും പറഞ്ഞു തുടങ്ങി. മിനിഞ്ഞാന്ന് രാത്രിയിൽ ഞാൻ മോറിസൺ എസ്റ്റേറ്റിൽ ചെന്നു. സ്റ്റാൻലിയുടെ മുറിയിൽ ഒളിച്ചു കടന്നു. അയാളെ കീഴടക്കാൻ എനിക്ക് വളരെയൊന്നും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. സത്യമെല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ അയാളെ കൊല്ലുമെന്ന് ബോധ്യമായപ്പോൾ ജോർജിന് പണം കൊടുത്തതായി അയാൾ സമ്മതിച്ചു. സോണിയെ ഒറ്റിക്കൊടുത്തതിന്റെ പ്രതിഫലമായിരുന്നു അത്. ആരൊറ്റിക്കൊടുത്തു? ജോർജ്. അന്ന് രാത്രി അവൾ ഒളിച്ചോടുമെന്ന വിവരം ജോർജ് സ്റ്റാൻലിയെ അറിയിച്ചു. പ്രതിഫലം വേണമെന്ന കരാറിൽ സോണിയയ്ക്ക് വേണ്ടി മരിക്കാനും തയ്യാറായിരുന്ന ആ വിഡ്ഢി അത് സമ്മതിക്കുകയും ചെയ്തു. എന്നിട്ട് സോണിയയ്ക്ക് എന്ത് സംഭവിച്ചു? സ്റ്റാൻലിയുടെ ആത്മസ്നേഹിതനാണല്ലോ ഡൊമിനിക്ക്, സ്റ്റീഫൻസന്റെ വളർത്തുപുത്രൻ. വളർത്തുപുത്രനോ? അക്കഥ വളരെ പേർക്കൊന്നും അറിയില്ല. ഡൊമിനിക്ക് റേച്ചലിന് വിവാഹപൂർവ്വ ബന്ധത്തിലുണ്ടായ മകനാണ്. ഈശ്വരാ, സുനന്ദ അന്തം വിട്ടിരുന്നു. സ്റ്റാൻലി ഡൊമിനിക്കിനെ വിവരമറിയിച്ചു. ഡൊമിനിക്ക് സ്റ്റാൻലിയുടെ ബംഗ്ലാവിലെത്തി. അയാളാണെങ്കിൽ അന്ന് സ്റ്റീഫൻസനുമായി തെറ്റിപ്പിരിഞ്ഞു നിൽക്കുകയാണ്. സ്റ്റീഫൻസൺ അയാൾക്ക് ലോൺ റോക്ക് എസ്റ്റേറ്റ് തീറെഴുതി കൊടുക്കാത്തതിന്റെ കാരണം സ്റ്റീഫൻസനോട് അയാൾക്ക് വൈരാഗ്യമുണ്ട്. സോണിയ ഒളിച്ചോടുന്ന വിവരമറിഞ്ഞപ്പോൾ അയാളുടെ പൈശാചിക ബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങി. സോണിയ ഒളിച്ചോടുന്ന രാത്രിയിൽ നമുക്കവളെ മാർഗമധ്യേ കിഡ്നാപ്പ് ചെയ്ത് ഒളിവിൽ പാർപ്പിക്കാം. അതുകൊണ്ട് 2 ഗുണമുണ്ട്. രാജീവിനെ പോലീസ് സംശയിച്ചുകൊള്ളും. പിന്നെ കിഴവനെ ഒന്ന് പേടിപ്പിച്ച് തളർത്താം. മകളെ കാണാതായത് അറിയുമ്പോൾ അയാൾ അമ്പേ തളർന്നു പോവും. കുറെ കഴിഞ്ഞ് സോണിയെ തനിക്ക് വിട്ടുതരികയും ചെയ്യും. ആദ്യം സ്റ്റാൻലി വഴങ്ങിയില്ല. സ്റ്റീഫൻസനെ വിവരമറിയിക്കാമെന്നായിരുന്നു അയാളുടെ പക്ഷം. പക്ഷെ ഡൊമിനിക്ക് അയാളെ നിർബന്ധിച്ച് അയാളുടെ ആശയം അംഗീകരിപ്പിച്ചു. ജോർജ് ഒളിച്ചോട്ടത്തെ സംബന്ധിച്ച എല്ലാ വിവരവും അറിയിച്ചിരുന്നു. വീടും പറമ്പും ജപ്തിയാകാനിരിക്കുകയെന്ന ആഗ്രഹം മാത്രമേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ.
അതിന് അയാൾ കണ്ട ഏക മാർഗം ഇതാണ്. സ്റ്റാൻലി സ്റ്റീഫൻസനെ വിവരമറിയിക്കുമെന്നും അങ്ങനെ സോണിയയുടെ ഒളിച്ചോട്ടം തൽക്കാലത്തേക്ക് തടയപ്പെടുമെന്നും മാത്രമേ ആ സാധു കരുതിയുള്ളൂ. ഏതായാലും അന്ന് രാത്രി ചുരത്തിനിപ്പുറത്ത് സോണിയ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. സ്റ്റാൻലിയും ഡൊമിനിക്കിന്റെ ചട്ടമ്പികൾ ഉൾപ്പെടെ 5 പേരുണ്ടായിരുന്നു. അവർ അവളെ ബോധം കെടുത്തി ചുമന്നു മല കയറ്റി മൂർത്തൻ എസ്റ്റേറ്റിൽ സ്റ്റാൻലിയുടെ മുറിയിലെത്തിച്ചു. പിന്നെ ഡൊമിനിക്കിന്റെ കാറിൽ ലോൺ റോക്ക് എസ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയി. ഡൊമിനിക്ക് അവളെ അവിടെ എവിടെയോ പാർപ്പിച്ചു, ശക്തമായ കാവലോടെ. പിറ്റേന്ന് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കി. ഇതിനിടെ ഡൊമിനിക്ക് ക്രൂരമായ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. സോണിയെ കാണാതായതിനെ തുടർന്ന് പോലീസ് പരക്കം പാഞ്ഞ് നടക്കുകയാണ്. അതിനിടയിൽ സ്റ്റീഫൻസന്റെയും റേച്ചലിന്റെയും മനോവ്യത കൂടി കണ്ടപ്പോൾ സ്റ്റാൻലി പതറി. അയാൾക്ക് ഭയമായി തുടങ്ങി. ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെട്ടതറിഞ്ഞ ഡൊമിനിക്ക് നേരെ മൂർത്തൻ എസ്റ്റേറ്റിൽ ചെന്ന് സ്റ്റാൻലിയെ കണ്ടു. രാജീവൻ സോണിയെ രജിസ്റ്റർ വിവാഹം ചെയ്തിട്ടുണ്ടെന്നും അയാൾ രക്ഷപ്പെട്ട സ്ഥിതിക്ക് അയാളെ ഇല്ലായ്മ ചെയ്തില്ലെങ്കിൽ സോണിയെ സ്റ്റാൻലിക്ക് കിട്ടുകയില്ലെന്നും അയാൾ സ്റ്റാൻലിയെ ബോധ്യപ്പെടുത്തി. സ്റ്റീഫൻസൺ മകളെ ഒളിപ്പിച്ചു വെച്ചിട്ട് നാടകം കളിക്കുകയാണെന്ന ധാരണയിൽ രാജീവൻ അയാളോട് പ്രതികാരത്തിനായി ബംഗ്ലാവിൽ വരുമെന്നും അപ്പോൾ അയാളെ ശരിക്കൊന്ന് പെരുമാറി വിടാമെന്നും സ്റ്റാൻലിയെ ധരിപ്പിച്ചു. അന്ന് രാത്രി ഞാൻ ബംഗ്ലാവിൽ വരുമ്പോൾ പിടികൂടാനെന്ന വ്യാജേന രഹസ്യമായി സ്റ്റാൻലിയെയും കൂട്ടി അയാൾ വാലിസ് എസ്റ്റേറ്റിലേക്ക് പോയി. ഡൊമിനിക്കിനെയും സ്റ്റാൻലിയെയും പരിചയമുള്ളതുകൊണ്ട് നായ്ക്കൾ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. നാടൻ തോക്കുമായി ഡൊമിനിക്കും സ്റ്റാൻലിയും സ്റ്റീഫൻസന്റെ ബെഡ്റൂമിന് വെളിയിൽ കാത്തിരുന്നു. സ്റ്റാൻലി എപ്പോഴോ മയങ്ങിപ്പോയി. വെടിയൊച്ച കേട്ടാണ് അയാൾ ഞെട്ടിയുണർന്നത്. നോക്കുമ്പോൾ ഡൊമിനിക്ക് മുറ്റത്തേക്ക് ചാടുന്നതും ഒപ്പം ഓടി വരാൻ കയ്യാട്ടി വിളിക്കുന്നതും കണ്ടു. ഇയാൾ തട്ടിപ്പിടഞ്ഞെണീറ്റ് ഡൊമിനിക്കിന്റെ പിറകെ ഓടി വളപ്പിന് വെളിയിലെത്തി. സ്റ്റാൻലിയുടെ മുറിയിൽ ചെന്ന ശേഷം ഡൊമിനിക്ക് സത്യം വെളിപ്പെടുത്തി. താൻ സ്റ്റീഫൻസനെ വെടിവെച്ചു കൊന്നു എന്ന്. സ്റ്റാൻലി നടുങ്ങിപ്പോയി. വിവരം പുറത്തറിഞ്ഞാൽ സ്റ്റാൻലിയും കുടുങ്ങുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തി. ഇപ്പോഴാണെങ്കിൽ രാജീവൻ ജയിൽ ചാടി വന്ന് കൊലപ്പെടുത്തിയതാണെന്ന് തെറ്റിദ്ധരിച്ചുകൊള്ളും. അതുകൊണ്ട് ഗുണം പലതാണ്. 1. രാജീവൻ കൊലക്കുറ്റത്തിന് വീണ്ടും ജയിലിലടയ്ക്കപ്പെടും. 2. സോണിയെ സ്റ്റാൻലിക്ക് കിട്ടുമെന്നുള്ളതും ഉറപ്പാകും. 3. ലോൺ റോക്ക് എസ്റ്റേറ്റിന്റെ ഉടമാവകാശം എനിക്ക് കിട്ടും. അല്ലെങ്കിൽ കിഴവൻ ചാകുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. മറ്റൊരു ഗുണം കൂടിയുണ്ട്. സോണിയെ തനിക്ക് കിട്ടുന്നത് വഴി വാലിസ് എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം കൂടി കിട്ടും. സ്റ്റാൻലി വീണ്ടും പ്രലോഭനങ്ങളിൽ കുടുങ്ങി. സ്റ്റീഫൻസനെ വധിക്കാൻ ഉപയോഗിച്ച തോക്ക് ഒളിപ്പിച്ചതും സ്റ്റാൻലിയാണ്. ഒളിപ്പിച്ച സ്ഥലം അയാൾ എന്നോട് പറഞ്ഞു. ഡൊമിനിക്ക് പറഞ്ഞതുപോലെ സ്റ്റീഫൻസന്റെ മരണത്തിൽ പോലീസ് സംശയിച്ചത് എന്നെയായിരുന്നു. അന്ന് രാത്രിയാണല്ലോ ഞാനിവിടെ അഭയം തേടിയെത്തിയത്. ഡൊമിനിക്കിനെയോ സ്റ്റാൻലിയെയോ ആരും സംശയിച്ചതുമില്ല. ജോർജ് ജീവിച്ചിരുന്നാൽ എന്തെങ്കിലും സോണിയെ സംബന്ധിച്ച വിവരം പുറത്താകാനിടയുണ്ടെന്നും അങ്ങനെ വന്നാൽ ഗൂഢാലോചനകൾ പൊളിയുമെന്നും ഡൊമിനിക്കിന് മനസ്സിലായി. ജോർജിനെ കൊല്ലുക എന്നതായിരുന്നു അയാൾ കണ്ട പ്രതിവിധി. അതുമാത്രമല്ല അയാളുടെ ഗൂഢോദ്ദേശം. സ്റ്റാൻലി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വക രഹസ്യങ്ങൾ അറിയാവുന്ന അവസാനത്തെ ആളും ഇല്ലാതാകും. പിന്നെയുള്ളത് സോണിയയാണ്. അവൾ കൂടി തുടച്ചു നീക്കപ്പെട്ടാൽ വാലിസ് എസ്റ്റേറ്റിനും ലോൺ റോക്ക് എസ്റ്റേറ്റിനും ഒരേയൊരു അവകാശി ഡൊമിനിക്ക് മാത്രം. രാജീവൻ ഒരു സിഗരറ്റ് കൊളുത്തി വലിച്ചു. സുനന്ദയുടെ ആകാംക്ഷ മനസ്സിലാക്കി അയാൾ തുടർന്നു. ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് ജോർജ് സ്വപ്നേതി കരുതിയിരുന്നില്ല. എന്നെ പോലീസ് പിടികൂടിയത്, ഞാൻ രക്ഷപ്പെട്ടത്, സ്റ്റീഫൻസൺ കൊല്ലപ്പെട്ടത്, ഇതിനെല്ലാം കാരണം അയാൾ മാത്രമാണല്ലോ. സോണിയ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് അയാൾക്കറിയില്ല. കുറ്റബോധം കൊണ്ട് അയാൾക്ക് സ്വസ്ഥതയില്ലാതായി. സോണിയ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട രാത്രിയിൽ അയാൾ രവീന്ദ്രന്റെ മുറിയിലുണ്ടായിരുന്നു. സോണിയെ കാണാണ്ട് ഞാൻ തിരക്കി അങ്ങോട്ട് ചെല്ലുമെന്ന് അറിയാമായിരുന്നതുകൊണ്ട് എന്നെ അഭിമുഖീകരിക്കാൻ കഴിയാഞ്ഞ് അയാൾ പുറത്തുനിന്ന് വാതിൽ പൂട്ടിയ ശേഷം പിൻവാതിലിലൂടെ അകത്തു കടന്ന് മുറിയിൽ ഒളിച്ചിരിക്കുകയാണ് ചെയ്തത്. സോണിയ അപ്രത്യക്ഷയാവുകയും സ്റ്റീഫൻസൺ കൊല്ലപ്പെടുകയും ചെയ്തതോടെ ജോർജ് പരിഭ്രാന്തനായി. കുറ്റബോധം സഹിക്കാൻ വയ്യാതെ അയാൾ മൂർത്തൻ എസ്റ്റേറ്റിൽ ചെന്ന് സോണിയയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന സത്യം അറിയിക്കണമെന്നാവശ്യപ്പെട്ടു. സോണിയയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും അവൾ സുഖമായി ആരും അറിയാത്തൊരിടത്ത് കഴിയുന്നുവെന്നും സ്റ്റാൻലി പറഞ്ഞെങ്കിലും ജോർജിനത് വിശ്വാസമായില്ല. സോണിയെ കാട്ടിക്കൊടുത്തില്ലെങ്കിൽ പോലീസിൽ സത്യം വെളിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. സംഗതി ഇത്രയുമായപ്പോൾ സ്റ്റാൻലി ഡൊമിനിക്കിനെ വിവരമറിയിച്ചു. ഡൊമിനിക്ക് ഇടപെട്ടു. അയാൾ ഒരൊറ്റ വഴി മാത്രമേ കണ്ടുള്ളൂ, ജോർജിനെ കൊലപ്പെടുത്തുക. അതോടെ ആ ഭീഷണി എന്നേക്കുമായി അവസാനിക്കുമല്ലോ. അയാൾ ജീവിച്ചിരുന്നാൽ എല്ലാ കാലത്തും അയാളെ ഭയന്ന് കഴിയേണ്ടി വരും. അതൊഴിവാക്കുക. പക്ഷേ സ്റ്റാൻലി എതിർത്തു. കൊല്ലുന്നതിനോട് അയാൾക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. എങ്കിലും ഒടുവിൽ ഡൊമിനിക്കിന്റെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. സ്റ്റാൻലിക്ക് അതനുസരിക്കാനേ കഴിയുമായിരുന്നുള്ളൂ. കാരണം സോണിയെ തട്ടിക്കൊണ്ടുപോയതിൽ തുല്യ പങ്കാളിത്തം അയാൾക്കുമുണ്ട്. മാത്രമല്ല സ്റ്റീഫൻസനെ വധിക്കാൻ കൂട്ടുനിൽക്കുകയും ആയുധം ഒളിപ്പിക്കുകയും വഴി തെളിവ് നശിപ്പിക്കാനും കൊലയാളിയെ രക്ഷിക്കാനും സഹായിച്ചുവെന്ന കുറ്റവും. ഇനി ഡൊമിനിക്കിൽ നിന്നും മോചനമില്ലെന്ന് അയാൾക്ക് ബോധ്യമായി. അയാൾ പൂർണ്ണമായും കുടുങ്ങിക്കഴിഞ്ഞു. ജോർജ് കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പ് ഡൊമിനിക്ക് വാലിസ് എസ്റ്റേറ്റ് ബംഗ്ലാവിലെത്തി റേച്ചലിനോടൊപ്പം താമസം തുടങ്ങി.
രവീന്ദ്രന്റെ ക്വാർട്ടേഴ്സിൽ ജോർജ് തനിച്ചാകത്തക്ക വിധം ജോലി സമയം ക്രമീകരിക്കാൻ വേണ്ട സ്വാധീനം ചെലുത്തിയത് ഡൊമിനിക്കാണ്. സംഭവ ദിവസം സ്റ്റാൻലി എത്തിച്ചേർന്നു. രണ്ടുപേരും കൂടി രാത്രിയിൽ ആരുമറിയാതെ രവീന്ദ്രന്റെ ക്വാർട്ടേഴ്സിലെത്തി വാതിലിൽ മുട്ടി. ജോർജ് വാതിൽ തുറന്നു. അവരെ കണ്ട് വിസ്മയിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബെഡ്റൂമിൽ വെച്ച് രണ്ടുപേരും കൂടി ഡബിൾ വേഷ്ടി ഉപയോഗിച്ച് ജോർജിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. എന്നിട്ട് മച്ചിലെ തുലാത്തിൽ കെട്ടിത്തൂക്കി. ആത്മഹത്യയാണെന്ന് തോന്നത്തക്കവണ്ണമുള്ള ക്രമീകരണങ്ങളും നടത്തി. തെളിവൊന്നും അവശേഷിപ്പിക്കാതെ അവിടെ നിന്നും പുറത്തു കടക്കുകയും ചെയ്തു. ഈശ്വരാ, പാവം പാവം ജോർജ്, സുനന്ദ വിലപിച്ചു. സ്റ്റാൻലി പിറ്റേന്ന് മൂറിസൺ എസ്റ്റേറ്റിലേക്ക് പോയി. ഡൊമിനിക്ക് അതിന്റെ പിറ്റേന്നും മടങ്ങി. ജോർജിന്റെ മരണം കൊലപാതകമാണോ എന്ന് സംശയിക്കാൻ വേണ്ടതെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും അത് ആത്മഹത്യയായി സ്ഥിരീകരിച്ച് ജോലി തീർക്കാൻ പോലീസ് ശ്രമിച്ചതും അവർക്ക് സഹായകമായി. ഇതിനിടയിൽ സ്റ്റാൻലി മാനസികമായി ആകെ തകർന്നു കഴിഞ്ഞിരുന്നു. 2 കൊലപാതകത്തിന്റെയും 1 കിഡ്നാപ്പിംഗിന്റെയും പങ്കാളിത്തം അയാളുടെ മനസ്സിന് താങ്ങാവുന്നതിനേക്കാൾ അധികമായിരുന്നു. അയാൾ മദ്യപാനവും മറ്റുമായി വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടി. അപ്പോഴാണ് മറ്റൊരു നിർദ്ദേശവുമായി ഡൊമിനിക് അയാളെ സമീപിച്ചത്. ഇനി സോണിയ ലോകത്തിന്റെ ദൃഷ്ടിയിൽ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് അപകടമാണ്. ഒരിക്കലും നമുക്ക് അവളെ പുറത്ത് കാണിക്കാൻ വയ്യ. അതോടെ എല്ലാം തകരും. അതായത് സ്റ്റാൻലിക്ക് അവളെ വിവാഹം ചെയ്യാനോ കൂടെ താമസിപ്പിക്കാനോ കഴിയില്ല എന്നർത്ഥം. എന്നുവെച്ച് അവളെ ആജീവനാന്തം ഒളിവിൽ പാർപ്പിക്കുക എന്നതും അപകടം ക്ഷണിച്ചു വരുത്തും. സ്റ്റാൻലി നടുക്കത്തോടെ ഡൊമിനിക്കിനെ നോക്കി. അതായത് ഒരൊറ്റ വഴിയേയുള്ളൂ. സോണിയ കൂടി മരിക്കണം. അവളും കൂടി ഇല്ലാതായാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. പിന്നെ ഈ രഹസ്യങ്ങളെല്ലാം അറിയാവുന്ന 2 പേർ നമ്മൾ മാത്രമാണ്. നമുക്ക് നമ്മളെ പേടിക്കണ്ടല്ലോ. സുഖമായി മൂളിപ്പാട്ടും പാടി നടക്കാം. എന്ന് മാത്രമല്ല, ഞാൻ തനിക്ക് 25 ലക്ഷം രൂപ തരും. കാരണം സോണിയ മരിച്ചാൽ ലോൺറോക്ക് എസ്റ്റേറ്റ് മാത്രമല്ല, വാലിസ് എസ്റ്റേറ്റ് കൂടിയാണ് എനിക്ക് ലഭിക്കാൻ പോകുന്നത്. സ്റ്റാൻലി ഞെട്ടിത്തരിച്ചു നിന്നു. സമചിത്തത വീണ്ടും കിട്ടിയപ്പോൾ അയാൾ ചോദിച്ചു, ഡൊമിനിക്കിന്റെ പെങ്ങളല്ലേ അവൾ? അവളെ എന്തു പെങ്ങൾ? ആ കിഴവിന് എന്റെ അമ്മയിലുണ്ടായ ജന്തു. സ്റ്റാൻലിക്ക് മിണ്ടാനേ കഴിഞ്ഞില്ല. അയാൾ സമ്മതമാണെന്നോ അല്ലെന്നോ പറഞ്ഞില്ല. ആലോചിക്കാൻ പറഞ്ഞിട്ട് ഡൊമിനിക്ക് മടങ്ങിപ്പോയി. അതോടെ സ്റ്റാൻലിക്ക് സംശയമായി സോണിയ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. സോണിയെ തട്ടിക്കൊണ്ടുപോയ ആ രാത്രിക്ക് ശേഷം സ്റ്റാൻലി അവളെ കണ്ടിട്ടില്ല. സോണിയെ കാണണമെന്ന് അയാൾ പലവട്ടം ഡൊമിനിക്കിനോട് ആവശ്യപ്പെട്ടെങ്കിലും അതെല്ലാം അയാൾ നിരാകരിക്കുകയാണ് ഉണ്ടായത്. അതിന് അയാൾ പറഞ്ഞ ഒഴിവുകഴിവുകൾ സോണിയെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നിടത്ത് ചെന്ന് കാണാൻ ബുദ്ധിമുട്ടാണെന്നും ആർക്കെങ്കിലും സംശയം തോന്നുമെന്നും ഒക്കെയായിരുന്നു. സോണിയെ കൂടി വധിച്ചു കളയാമെന്ന് ഡൊമിനിക്ക് പറഞ്ഞപ്പോൾ മുതൽ സ്റ്റാൻലി അതേക്കുറിച്ചെല്ലാം മാറി ചിന്തിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ സോണിയ അയാൾ വളരെ മുമ്പ് തന്നെ കൊലപ്പെടുത്തിയിരിക്കാമെന്ന് അയാൾക്ക് തോന്നുന്നു. അതുകൊണ്ടാവാം താൻ കാണണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഒഴിഞ്ഞു മാറിയെന്ന് അയാൾ ഊഹിച്ചു. സോണിയയെ സ്നേഹിക്കുകയോ ആഗ്രഹിക്കുകയോ വേണ്ടായിരുന്നുവെന്ന് കുണ്ഠിതപ്പെട്ടു. അവൾക്കു വേണ്ടിയാണ്, അവളെ ലഭിക്കാൻ വേണ്ടിയാണ് ഈ മാരണങ്ങളിലൊക്കെ ചെന്ന് കുടുങ്ങിയത്. ഒന്നും വേണ്ടായിരുന്നുവെന്ന് അയാൾ പരിതപിച്ചു. അയാളുടെ സ്വസ്ഥതയും സമചിത്തതയും നശിച്ചു. കണ്ണടച്ചാൽ കൈവിലങ്ങ്, പോലീസ്, കഴുമരം എന്നിവയാണ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുക. ഏതായാലും ഡൊമിനിക്കിനെ അനുസരിക്കുകയല്ലാതെ മാർഗമൊന്നുമില്ലെന്ന് ബോധ്യമായി. അയാൾ 25 ലക്ഷം രൂപയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. സോണിയയുടെ ജീവന്റെ വില. അപ്പോഴാണ് പൊടുന്നിനെ മറ്റൊരു ചിന്ത ഇടുത്തി പോലെ മനസ്സിൽ വന്നു വീണത്. ഒരുപക്ഷെ തന്റെ ജീവന് ഡൊമിനിക്ക് വില വെച്ചുകൂടായികയില്ല. സോണിയ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഡൊമിനിക്കിനെ സംബന്ധിച്ച രഹസ്യങ്ങളെല്ലാം അറിയാവുന്ന ഒരേ ഒരാൾ സ്റ്റാൻലിയെ കൂടി ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കിക്കഴിഞ്ഞാൽ ആരെയും ഭയപ്പെടാനില്ല. ഡൊമിനിക്ക് ഈ രീതിയിലും ചിന്തിക്കുന്നുണ്ടാവില്ലേ എന്ന് സ്റ്റാൻലി സംശയിച്ചു. സ്റ്റാൻലി വീടിന് പുറത്തിറങ്ങാതായി. അസുഖം ഭാവിച്ച് അയാൾ വീടിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടി. എപ്പോഴും മദ്യപിക്കുക പതിവായി. ഡൊമിനിക്ക് പലവട്ടം സ്റ്റാൻലിയുമായി ഫോണിലൂടെ ബന്ധപ്പെട്ടു. ലോൺറോക്ക് എസ്റ്റേറ്റിലേക്ക് ചെല്ലാൻ ക്ഷണിച്ചു. സ്റ്റാൻലി പോയില്ല. ഡൊമിനിക്ക് 3 തവണ സ്റ്റാൻലിയുടെ വീട്ടിൽ ചെന്നു. അയാൾ ഭീതിയോടെയാണ് ഡൊമിനിക്കിനെ വീക്ഷിച്ചതും ഡൊമിനിക്കിനോട് സംസാരിച്ചതും. ഡൊമിനിക്ക് അയാളെ ലോൺറോക്കിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചെങ്കിലും വിഫലമായി. സംസാരിക്കാൻ പോലും താല്പര്യം പ്രകടിപ്പിച്ചില്ല സ്റ്റാൻലി. കുറ്റബോധവും ഭീതിയും കൊണ്ട് ആകെ തകർന്നു കഴിഞ്ഞെന്നും തന്നെ അയാൾ വല്ലാതെ ഭയപ്പെടുന്നുവെന്നും ഇനി തന്റെ ആജ്ഞയ്ക്ക് കീഴിൽ അയാളെ കിട്ടുകയില്ലെന്നും ഡൊമിനിക്കിനും ബോധ്യമായിട്ടുണ്ടാവും. അയാൾ മടങ്ങിപ്പോയി. രാജീവൻ പറഞ്ഞു നിർത്തിയിട്ട് ദീർഘനിശ്വാസം അയച്ചു. അപ്പോൾ സോണിയ? സുനന്ദ നെറ്റി ചുളിച്ചു. അതേക്കുറിച്ച് ഒന്നും അറിയില്ല. അവൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും അറിയില്ല. നിങ്ങൾ ലോൺറോക്കിൽ പോയില്ലേ? പോയി. ഇന്നലെ രാത്രി അവിടുത്തെ ബംഗ്ലാവ് തന്നെ വല്ലാത്തൊരു രീതിയിലാണ്. ചുറ്റും മതിൽക്കെട്ട്, അകത്ത് കടന്നാൽ വളർത്തു നായ്ക്കൾ, പിന്നെ രാവും പകലും അവിടെ താവളമടിച്ച് ചുറ്റിത്തിരിയുന്ന ഡൊമിനിക്കിന്റെ ഗുണ്ടകൾ. ഞാൻ പരാജയപ്പെട്ടു മടങ്ങിപ്പോന്നു. സോണിയ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നറിയാൻ എന്താണ് മാർഗം? ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഞാൻ പോലീസിന് കീഴടങ്ങുക. രാജീവൻ, സുനന്ദ അന്താളിച്ചു.
അതാണിനി ചെയ്യാനുള്ളത്. അവൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ പോലീസിന് കീഴടങ്ങാൻ വൈകുന്ന ഓരോ മണിക്കൂറിലും അവളുടെ ജീവൻ ത്രാസിൽ തൂങ്ങുകയായിരിക്കും. എന്നിട്ടെന്ത് ചെയ്യാൻ? ഞാൻ ക്രൈംബ്രാഞ്ച് പോലീസിനെ കീഴടങ്ങും. സ്റ്റീഫൻസൺ വധക്കേസ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ്. സ്റ്റാൻലിയിൽ നിന്നും അറിഞ്ഞ വിവരങ്ങൾ മുഴുവൻ അവരെ ധരിപ്പിക്കും. സ്റ്റീഫൻസനെ വധിക്കാൻ ഉപയോഗിച്ച തോക്ക് ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലം വരെ. സ്റ്റാൻലിയെ അറസ്റ്റ് ചെയ്യാൻ അത് തന്നെ ധാരാളം മതി. ചോദ്യം ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും സ്റ്റാൻലി തന്നെ തുറന്നു പറഞ്ഞുകൊള്ളും. പുലരി തുടുത്തു തുടങ്ങി. വെളിയിൽ പക്ഷികൾ ചിലച്ചു പറക്കാൻ ആരംഭിച്ചിരിക്കുന്നു. സുനന്ദയോട് പറയാതെയാണ് ഞാൻ ഇവിടെ നിന്നും പോയത്. സുനന്ദ എന്നെ വളരെയധികം സഹായിച്ചു. വളരെ. ഈ ലോകത്ത് ഒരു സ്ത്രീയും ചെയ്യാത്ത വിധം സഹായിച്ചു. സുനന്ദയുടെ സഹായം കൊണ്ട് മാത്രമാണ് എൻ്റെ സോണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനും ഈ രഹസ്യങ്ങളെക്കുറിച്ചെല്ലാം മനസ്സിലാക്കാനും സാധിച്ചത്. വാക്കുകൊണ്ട് 1000 നന്ദി പറഞ്ഞാലും എൻ്റെ കടപ്പാട് തീരുകയില്ല. ഹൃദയം കൊണ്ടുള്ളത് സുനന്ദയ്ക്ക് അറിയാനും കഴിയില്ല. രാജീവൻ ഇങ്ങനെയൊന്നും പറയരുത്. രാജീവിന് വേണ്ടി ഇതു മാത്രമേ ചെയ്യാൻ കഴിഞ്ഞുള്ളല്ലോ എന്നൊരു സങ്കടമാണ് എനിക്ക്. ഒന്നും തുണയായിരിക്കാൻ ഞാൻ ഒരിക്കൽ ആശിച്ചിരുന്നു. സാരമില്ല, ഇത്രയെങ്കിലും എന്നെക്കൊണ്ട് കഴിഞ്ഞല്ലോ. എനിക്ക് സംതൃപ്തിയുണ്ട്, നന്ദിയുണ്ട്. രാജീവൻ ഇവിടെ എൻ്റെ ഒപ്പം താമസിച്ച ദിവസങ്ങൾ ഞാൻ എല്ലാ കാലത്തും ഓർമ്മിക്കും. സുനന്ദയുടെ കണ്ണ് നിറഞ്ഞു, ചുണ്ടുകൾ വിതുമ്പി. സുനന്ദയോട് യാത്ര പറയുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ മടങ്ങി വന്നത്. ഇല്ലെങ്കിൽ ഞാൻ നേരെ ചെന്ന് പോലീസിന് കീഴടങ്ങിയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാ കാര്യങ്ങളും സുനന്ദയോട് പറയാനും. ഇനിയൊരിക്കലും എനിക്കതിന് കഴിഞ്ഞില്ലെങ്കിലോ? അയാൾ എഴുന്നേറ്റു. വെളിച്ചമായി വരുന്നു. ഞാൻ പൊയ്ക്കൊള്ളട്ടെ, ആളുകൾ കാണുന്നതിന് മുമ്പേ? ഭാഗ്യമുണ്ടെങ്കിൽ ഇനി നമുക്ക് കാണാം. രാജീവൻ വരാന്തയിലേക്ക് വന്നു. സുനന്ദയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത്രയും പറഞ്ഞിട്ട് അയാൾ വാതിൽ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. കിഴക്കൻ ചക്രവാളം വിളറി തുടങ്ങിയിരിക്കുന്നു. ഉദയത്തിന്റെ നാന്ദി. യൂക്കാലിപ്സ് മരങ്ങൾക്കിടയിലൂടെ കൈകൾ വീശി അയാൾ നടന്നകലുന്നത് സുനന്ദ നിറകണ്ണുകളോടെ നോക്കി നിന്നു. ഹൃദയത്തിനുള്ളിൽ നിന്നും അയാൾ ഇറങ്ങി പോവുകയാണെന്ന് തോന്നി. ഒന്ന് തേങ്ങിക്കരയാൻ ചുണ്ടുകൾ വിതുമ്പി. കവിളിണകളിലൂടെ ചാലുകൾ പ്രവഹിച്ചുകൊണ്ടിരുന്നു. സുനന്ദ അയാൾക്ക് വേണ്ടി മൂകമായി പ്രാർത്ഥിച്ചു. 9 മണിക്ക് അവൾ പതിവ് പോലെ ഹോസ്പിറ്റലിലേക്ക് പോയി. 11 മണിക്ക് മോറിസൺ എസ്റ്റേറ്റിൽ നിന്നും എത്തിയ വാർത്തയറിഞ്ഞ് അവൾ ഞെട്ടി. സ്റ്റാൻലി തലേന്ന് രാത്രി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. രാജീവൻ ഇപ്പോൾ പോലീസിൽ കീഴടങ്ങി കാണുമെന്ന് ഉൾക്കിടലത്തോടെ അവൾ ഓർത്തു. സ്റ്റാൻലിയുടെ ആത്മഹത്യ എല്ലാം തുലച്ചു എന്നും. സ്റ്റീഫൻസൺ വധക്കേസ് അന്വേഷണത്തിന്റെ ചുമതല വഹിച്ചിരുന്ന ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ മോഹൻദാസിന് രാജീവിന്റെ മൊഴികൾ അപ്പാടെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയാൾ പറഞ്ഞതെല്ലാം അവിശ്വസനീയവും ദുരൂഹവുമായി തോന്നി. ഏതായാലും സ്റ്റീഫൻസൺ വധക്കേസ് യാതൊരു പുരോഗതിയുമില്ലാതെ തന്റെ കരിയറിന് നേർക്കൊരു വെല്ലുവിളിയായി തീർന്നിരിക്കുന്ന ഒരു ഘട്ടത്തിൽ രാജീവൻ നൽകിയ വിവരങ്ങൾ തന്റെ അന്വേഷണത്തെ സഹായിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. മോറിസൺ എസ്റ്റേറ്റിൽ ചെന്ന് സ്റ്റാൻലിയെ കാണാൻ തീരുമാനിക്കുകയും ചെയ്തു. സ്റ്റീഫൻസൺ വധക്കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് വിങ്ങിന്റെ ക്യാമ്പിൽ ചെന്ന് കീഴടങ്ങുമ്പോൾ തന്റെ ദൗത്യം വിജയിക്കുമോ എന്ന് രാജീവിന് ഉത്കണ്ഠയുണ്ടായിരുന്നു. മോഹൻദാസ് താല്പര്യപൂർവ്വമാണ് അയാൾ പറഞ്ഞതെല്ലാം കേട്ടത്. ഉച്ചയായപ്പോൾ അവർ മോറിസൺ എസ്റ്റേറ്റിലേക്ക് പോകാൻ തയ്യാറായി. അപ്പോൾ CI മോഹൻദാസിന് ഒരു കോൾ കിട്ടി. 5 മിനിറ്റിന് ശേഷം അദ്ദേഹം രാജീവിനെ സമീപിച്ചു പറഞ്ഞു, സ്റ്റാൻലി ഇന്നലെ രാത്രി ആത്മഹത്യ ചെയ്തു. രാജീവൻ സ്തംഭിച്ചിരുന്നു പോയി. തന്റെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുകയാണെന്ന് അയാൾക്ക് തോന്നി. സ്റ്റാൻലിയുടെ ആത്മഹത്യയോടെ തനിക്ക് അനുകൂലമായി ലഭിച്ചേക്കാവുന്ന പല വിവരങ്ങളും എന്നേക്കുമായി മറയ്ക്കപ്പെടാൻ പോവുകയാണ്. സോണിയയുടെ തിരോധാനത്തെക്കുറിച്ചും സ്റ്റീഫൻസന്റെയും ജോർജിന്റെയും കൊലപാതകത്തെക്കുറിച്ചുമുള്ള വ്യക്തമായ തെളിവുകളും സ്റ്റാൻലിയോടൊപ്പം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാജീവൻ ഹതാശനായി. ഇനി പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ലെന്ന് തോന്നി. അരമണിക്കൂറിന് ശേഷം മോഹൻദാസും സംഘവും അയാളെയും കൂട്ടി ജീപ്പിൽ മോറിസൺ എസ്റ്റേറ്റിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴേക്കും മൃതദേഹത്തെ സംബന്ധിച്ച പോലീസ് നടപടികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ബാത്റൂമിൽ കടന്ന് വാതിലടച്ച ശേഷം സ്റ്റാൻലി റിവോൾവർ കൊണ്ട് സ്വയം തലയ്ക്ക് വെടിവെച്ച് മരിക്കുകയായിരുന്നു എന്ന് തെളിഞ്ഞു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി. തലച്ചോറിൽ നിന്ന് വെടിയുണ്ട കണ്ടെടുത്തു. സ്റ്റാൻലി വീട്ടുകാർക്കോ പോലീസിനോ കുറിപ്പോ കത്തോ എന്തെങ്കിലും എഴുതി വെച്ചിരുന്നോ എന്ന് പോലീസ് തെരഞ്ഞുവെങ്കിലും മുറിയിൽ നിന്ന് അങ്ങനെയൊന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ഡൊമിനിക്ക് രാവിലെ വന്നിട്ട് ഉച്ചയോടുകൂടി മടങ്ങിപ്പോയെന്ന് മോഹൻദാസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 3 മണിയോടെ നടപടികൾ പൂർത്തിയാക്കിയിട്ട് പ്രാദേശിക പോലീസ് സംഘവും മടങ്ങി. CI മോഹൻദാസ് സംഘവും അന്വേഷണം ആരംഭിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. രാജീവൻ പറഞ്ഞുകൊടുത്ത സ്ഥലത്തു നിന്നും സ്റ്റീഫൻസനെ വധിക്കാനുപയോഗിച്ച തോക്ക് പോലീസ് കണ്ടെടുത്തു. അതിനുശേഷം സ്റ്റാൻലിയുടെ കിടപ്പറയും മറ്റും സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. അയാളുടെ പൂട്ടിയിട്ടിരുന്ന പെട്ടിക്കുള്ളിൽ നിന്ന് ഡയറിയും പോലീസിന് എഴുതിവെച്ച കത്തും മോഹൻദാസ് കണ്ടെടുത്തു. അതോടെ ബാക്കിയെല്ലാം വളരെ എളുപ്പമായിരുന്നു. സ്റ്റാൻലി രാജീവിനോട് പറഞ്ഞ കഥകൾ തന്നെയായിരുന്നു പോലീസിനുള്ള കത്തിൽ എഴുതിയിരുന്നത്. അയാളുടെ ഡയറി എല്ലാ കാര്യങ്ങളും കുറെ കൂടി വിശദമാക്കി. അപമാനവും കുറ്റബോധവും ഭീതിയും താങ്ങാനാവാതെ മരണത്തിന്റെ മാർഗം സ്വമേധയാ തിരഞ്ഞെടുക്കുന്നുവെന്നും പിടികൂടപ്പെട്ട ഒരു കൊലയാളിയായി ജയിലിലേക്കോ അവിടെ നിന്നും കഴുമരത്തിലേക്ക് വിധിക്കപ്പെടുന്നതിനേക്കാൾ ഡൊമിനിക്കിന്റെ കൈകൾ കൊണ്ട് കൊല്ലപ്പെടുന്നതിനേക്കാൾ സ്വയം മരണശിക്ഷ വിധിക്കുന്നതാണ് നന്നെന്ന് താൻ കരുതുന്നുവെന്നും അവസാനമായി അയാൾ എഴുതിയിരുന്നു.
ഏറ്റവും ഒടുവിൽ സോണിയയ്ക്കൊരു ക്ഷമായാചനക്കുറിപ്പും. വൈകുന്നേരം പോലീസ് വാഹനങ്ങൾ ലോൺ റോക്ക് എസ്റ്റേറ്റ് പ്രവേശിച്ചു. രാജീവൻ മോഹൻദാസിനോടൊപ്പം ഉണ്ടായിരുന്നു. അയാൾ ഉത്കണ്ഠയും ജാഗ്രതയും കൊണ്ട് പൊട്ടിച്ചിതറിയേക്കാവുന്ന അവസ്ഥയിലെത്തിയിരുന്നു. സോണിയയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് അറിയാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂവെന്ന് അയാൾക്കറിയാമായിരുന്നു. സോണിയ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയാൻ ഏതാനും മിനിറ്റുകൾ. അയാളുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുങ്ങി, ഹൃദയമിടിപ്പേറി. കൈകൾ ചുരുട്ടിവെച്ച് അയാൾ വീർപ്പടക്കിയിരുന്നു. എസ്റ്റേറ്റ് ബംഗ്ലാവിന്റെ ഗേറ്റ് കടന്ന് വാഹനങ്ങൾ ഒന്നൊന്നായി അകത്തു പ്രവേശിച്ചു. 2 വാനുകൾ ഗേറ്റിന് പുറത്തു നിർത്തി. അതിൽ നിന്നും പോലീസുകാർ ചാടിയിറങ്ങി മതിലിന് ചുറ്റും നിലയുറപ്പിച്ചു. പോർച്ചിൽ ഒന്നിനു പിറകെ ഒന്നായി ജീപ്പും 2 വാനുകളും ബ്രേക്കിട്ടു. ഡൊമിനിക്കും അയാളുടെ അനുയായികളും പൂമുഖത്ത് തന്നെയുണ്ടായിരുന്നു. പോലീസ് വാഹനങ്ങൾ ഡൊമിനിക്കിന്റെ മുറ്റത്തേക്ക് ഇരുമ്പിക്കയറി വരുന്നത് കണ്ട് ഡൊമിനിക് അന്ധാളിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് ശരിക്കും മനസ്സിലായില്ല. അപകടത്തിന്റെ ചൂളം വിളി തലച്ചോറിൽ ഉയർന്നുവെങ്കിലും താമസിച്ചു പോയിരുന്നു. പോലീസ് ചാടിയിറങ്ങി ഓടിയടുക്കുന്നത് കണ്ടപ്പോഴേ അയാൾക്ക് ബോധ്യമായി കുടുങ്ങിക്കഴിഞ്ഞുവെന്ന്. പ്രാണഭീതിയോടെ അയാൾ ചുറ്റുമൊന്നു നോക്കി. പിന്നെ വെട്ടിത്തിരിഞ്ഞ ഒറ്റക്കുതിപ്പിന് ഗസ്റ്റ് റൂം കടന്ന് ഇടനാഴിയിലൂടെ പാഞ്ഞു. അനുയായികൾ നാനാ ദിക്കിലേക്കും ചിതറി. പോലീസ് സംഘം അയാളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. 1-ാമത്തെ നിലയിലേക്കുള്ള കോടിപ്പടികൾ കയറുന്നതിനിടയിൽ പോലീസുകാരിൽ ഒരാൾ അയാളുടെ തൊട്ടു പിന്നാലെ എത്തിയ ഷർട്ടിൽ പിടികൂടി താഴേക്ക് വലിച്ചു. ഡൊമിനിക്ക് കുതിരിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും മറ്റൊരു കോൺസ്റ്റബിൾ കുതിച്ചെത്തി. അതോടെ കോണിപ്പടിയിൽ മൽപ്പിടുത്തമായി. ഡൊമിനിക്കിന്റെ മുഖമടിച്ച് തുടരെ അടി വീണു. അയാളുടെ ചെറുത്തുനിൽപ്പ് അവസാനിച്ചു. കോൺസ്റ്റബിളിൽ ഒരാൾ അയാളെ താഴേക്ക് തള്ളി. മറഞ്ഞടിച്ചു വീഴാൻ തുടങ്ങിയ ഡൊമിനിക്കിനെ അവർ വലിച്ചഴിച്ച് താഴെ എത്തിച്ചു. അയാൾ പോലീസിന് കീഴടങ്ങി. ഇനി നിനക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല, ഒരിക്കലും. പറഞ്ഞോളൂ, സോണിയ എവിടെ? മോഹൻദാസ് ഡൊമിനിക്കിന്റെ നേർക്ക് അട്ടഹസിച്ചു. അയാൾ മൂകനായി നിന്നു. കവിളിൽ അടിപൊട്ടി. പറയടാ, എവിടെ സോണിയ? നീ അവളെ എന്തു ചെയ്തു? അയാളുടെ കവിളും ചുണ്ടും പൊട്ടി കടവായിലൂടെ ചോര വാർന്നുകൊണ്ടിരുന്നു. മുകളിൽ ഡൊമിനിക്ക് സ്റ്റെയർകേസിന് നേർക്ക് വിരൽ ചൂണ്ടി. പോലീസ് അയാളെയും കൂട്ടി കോണിപ്പടി കയറി മുകളിലെത്തി. രാജീവനായിരുന്നു ഏറ്റവും മുമ്പിൽ. അവർ ഹാൾ പോലെ തോന്നിച്ച മുറി ഇടനാഴിയും പിന്നിട്ട് ടോയ്ലറ്റിനോട് ചേർന്നുള്ള മുറിയുടെ മുമ്പിലെത്തി. ഈ മുറിയിൽ ഡൊമിനിക്ക് ഞെരങ്ങി. രാജീവൻ പരവശതയോടെ വാതിലിൽ തള്ളി. പൂട്ടിയിട്ടിരിക്കുകയാണ്. ഡൊമിനിക്ക് പിറുപിറുത്തു. താക്കോലെവിടെ? മോഹൻദാസ് ചോദിച്ചു. താഴെ, എന്റെ ബെഡ്റൂമിൽ. രാജീവിന് ഇനിയും സഹിക്കാനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല. അയാൾ ആവേശവും ഉദ്യോഗവും കൊണ്ട് കത്തിജ്വലിക്കുകയായിരുന്നു. 2 അടി പിന്നോട്ട് മാറിയിട്ട് സർവ്വശക്തിയുമെടുത്ത് അയാൾ വാതിൽ ചവിട്ടി തള്ളി. വന്യമായ കരുത്തോടെ ആ പ്രഹരത്തിൽ പൂട്ട് തകർന്ന വാതിൽ മലർക്കെ തുറക്കപ്പെട്ടു. പാളികൾ ശക്തിയായി ചുവരിൽ ചെന്നിടിച്ചു. രാജീവൻ അകത്തേക്ക് കുതിച്ചു. ഫർണിച്ചറുകൾ ഒന്നുമില്ലാത്ത പഴക്കഗന്ധം നിറഞ്ഞ ഇരുണ്ട് ഈർപ്പം മുറ്റിയ ആ മുറിയുടെ കോണിൽ വെറും തറയിൽ തുണിയിൽ പൊതിഞ്ഞ അസ്ഥിപഞ്ജരം പോലെ ഒരു രൂപം ചലനമില്ലാതെ കിടക്കുന്നത് രാജീവൻ കണ്ടു. വേച്ചു വിറച്ച് അയാൾ അതിനടുത്തേക്ക് നീങ്ങി. 2 നിമിഷത്തേക്ക് അയാൾക്ക് ആളെ തിരിച്ചറിയാനേ കഴിഞ്ഞില്ല. അത് അയാളുടെ സോണിയയായിരുന്നു. ആരെ അയാൾ പ്രാണനേക്കാൾ അധികമായി സ്നേഹിച്ചുവോ, ആർക്കുവേണ്ടി അയാൾ നിന്ദിതനും കുറ്റവാളിയുമായി മുദ്ര കുത്തപ്പെട്ടുവോ, അവർക്കുവേണ്ടി ഈ പീഡനങ്ങളെല്ലാം സഹിച്ചുവോ, ആരെ തേടി ഈ ഓരോ നിമിഷവും കണ്ണും മനസ്സും ഉഴറിയോ, അതേ സോണിയ. സോണിയ. അയാളുടെ ഹൃദയം വിറയാർന്നു. ഉടലും കൈകാലുകളും വിറയാർന്നു. അയാൾ അവളുടെ സമീപത്ത് മുട്ടുകുത്തിയിരുന്നു. മുഷിഞ്ഞു കീറിയ വസ്ത്രത്തിൽ പൊതിഞ്ഞ് മെലിഞ്ഞൊട്ടി അസ്ഥിപഞ്ജരം പോലെ ചുരുണ്ടുകൂടി കിടന്നിരുന്ന ആ രൂപത്തിന്റെ മുഖത്തേക്ക് അയാൾ നോക്കി. അവളുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു. മൃതദേഹത്തിന്റേതിന് തുല്യമായ വിളർച്ചയും ശാന്തതയും ആ മുഖത്ത് കാണാമായിരുന്നു. അവളുടെ തണുത്ത ശരീരം അയാൾ ഇരുകൈകൊണ്ടും കോരിയെടുത്തു. ആർത്തവും ഭ്രാന്തവുമായ അനേകമനേകം തേങ്ങലുകൾ അയാളുടെ വിതുമ്പുന്ന ചുണ്ടുകൾക്കുള്ളിൽ ഞെട്ടിത്തെറിച്ചു നിന്നു. സോണിയ. അയാൾ പതുക്കെ വിളിച്ചു. വീണ്ടും വീണ്ടും വിളിച്ചു. പിന്നെയും പിന്നെയും. അവളുടെ കണ്ണുകൾ തുറക്കപ്പെട്ടില്ല. തൊണ്ടക്കുഴിയിൽ ഒരു നേർത്ത ചലനം മാത്രം, ഒരു ചെറിയ ഹൃദയമിടിപ്പ് മാത്രം ദൃശ്യമായി. അവൾ മരിച്ചിട്ടില്ലെന്നതിന്റെ ഒരേയൊരു തെളിവും അതുമാത്രമായിരുന്നു. പോലീസ് ജീപ്പ് ഹോസ്പിറ്റലിലേക്ക് അതിവേഗം പാഞ്ഞുകൊണ്ടിരുന്നു. ഡൊമിനിക്കിനെയും അയാളുടെ അനുയായികളെയും കൊണ്ട് മറ്റു പോലീസ് വാഹനങ്ങൾ ടിബിയിലെ ക്യാമ്പിലേക്ക് പോയിക്കഴിഞ്ഞിരുന്നു. മോഹൻദാസ് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. സോണിയയെ മടിയിൽ വെച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിരിക്കുകയാണ് രാജീവൻ. അവളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് ഈ ചെറുപ്പക്കാരൻ ഈ യാതനകളെല്ലാം അനുഭവിച്ച് ഇത്രയധികം സാഹസം കാട്ടിയതെന്ന് അദ്ദേഹം ഓർമ്മിച്ചു. അവൾ മരിക്കുകയാണെങ്കിൽ അയാൾ എത്രയധികം തകരുമെന്ന് മോഹൻദാസിന് ഊഹിക്കാൻ കഴിഞ്ഞു. സ്നേഹത്തിന്റെ ഉദാത്തവും ഉജ്ജ്വലവും ഭാവസാന്ദ്രവും നിഷ്കളങ്കവുമായ സ്വരത്തെക്കുറിച്ചും നിറത്തെക്കുറിച്ചും വിസ്മയിക്കുകയും ചെയ്തു. ഡൊമിനിക്ക് എന്ന മൃഗത്തെക്കുറിച്ച് ഓർമ്മിച്ചു. അയാൾ സോണിയയെ കഴിഞ്ഞ 14 ദിവസമായി പട്ടിണിക്കിടുകയായിരുന്നത്രേ. കഴിയുന്നത്ര വേഗത്തിൽ വിടൂ, മോഹൻദാസ് ഡ്രൈവറോട് ആജ്ഞാപിച്ചു. രാജീവൻ മുഖമുയർത്തി നന്ദിയോടെ മോഹൻദാസിനെ നോക്കി. പിന്നെ വീണ്ടും സോണിയയിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു. ഇപ്പോഴും അവളുടെ തൊണ്ടയിൽ ആ നേർത്ത മിടിപ്പുണ്ട്, ജീവൻ നിലനിൽക്കുന്നതിന്റെ അടയാളം. ഒരു പിഞ്ചു കുഞ്ഞിനെ എന്ന പോലെ അയാൾ അവളെ ഹൃദയത്തോട് ചേർത്തു പിടിച്ചു.
സ്നേഹത്തിന്റെ ചൂട് പകർന്നു. സോണിയ. എപ്പോഴോ അവൾ മെല്ലെ മിഴി തുറന്നു. തളർന്ന പതറിയ നോട്ടം വട്ടം തിരിഞ്ഞ് രാജീവിന്റെ കണ്ണുകളിൽ ഉടുക്കി. ഏതാനും നിമിഷം അവിടെ തങ്ങി നിന്നു. പിന്നെ മിഴികൾ അടഞ്ഞു. എന്റെ സോണിയ. അയാൾ അവളുടെ മിഴികൾക്ക് നേരെ ചുണ്ടുകൾ ചേർത്തു. പൊട്ടിയുതിർന്ന ചുടുനീർമുത്തുകൾ അവളുടെ നെറ്റിയിൽ വീണു പിടഞ്ഞു. അവൾ ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യട്ടെ, രണ്ടിലും അവരിരുവരെയും വേർപെടുത്താൻ ഇനി ആർക്കും സാധിക്കുകയില്ല. നോവൽ അവസാനിച്ചു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.